Good morning, children. Are you fine? Okay. Take your test. Page number 24. Page number 24. Kiss age words. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ആൻസറിന് എല്ലാ ഏജ് ആണ് അവസാനിക്കുന്നത്. ഓക്കെ. Look at test. Number 1. A long journey by sea. A long journey by sea. Voyage. ലോങ് സീയിൽ കൂടിയുള്ള ലോങ് ജേർണിക്ക് എന്താ പറയുന്നത്? വോയേജ്. Number 2. A primitive or uncivilized person. A primitive or uncivilized person. Savage. Savage means the savage എന്ന് പറഞ്ഞാൽ അപരിഷ്കൃതരായ മനുഷ്യൻ എന്ന് പറയും. A meaty mixture usually put into a thin skin. A meaty mixture usually put into a thin skin. Sausage. Sausage. Say answer. Sausage. Number 4. A strip of cloth to cover and tie up a wound. A strip of cloth to cover and tie up a wound. മുറിവൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന ക്ലോത്തിന് എന്താ പറയുന്നത്? A strip of cloth called bandage. Bandage. Number 5. Any sort of drink such as milk, tea, wine and beer. Any sort of drink such as milk, tea, wine and beer. Beverage. എന്ന് വെച്ചാൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന പാനീയത്തിന് പറയുന്ന പേരാണ് beverage. Birds feathers. Birds feathers. Plumage. ബേഴ്സിന്റെ ഫെദേഴ്സിന് എന്താ പറയുന്നത്? plumage. Number 7. Something which has been a ruined state such as a ship or an aeroplane. ഷിപ്പിൻ്റെ അല്ലെങ്കിൽ എയറോപ്ലെയിൻ്റെ അവശിഷ്ടങ്ങൾ അത് തകർന്നടിഞ്ഞ അവസ്ഥയിലായിരിക്കുന്ന അതിനാണ് നമ്മൾ പറയുന്നത് റെക്കേജ്. എന്താണ് റെക്കേജ്? അതിൻ്റെ അവശിഷ്ടങ്ങൾക്ക് പറയുന്നത് എന്താണ്? നശിച്ച ഒരവസ്ഥയുണ്ട്. അത് പഴകുകയോ അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയെങ്കിലും അതിന് നാശം വരികയോ ചെയ്യുന്ന ആ അവസ്ഥയിലാണ് റെക്കേജ്. Something which has been in a ruined state such as a ship or an aeroplane. Wreckage. Number 8. Distance traveled measured in miles. Distance traveled measured in miles. നമ്മൾ യാത്ര ചെയ്ത ദൂരം മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? മൈലേജ്. എങ്ങനെയാ? മൈലേജ്. Number 9. The cases of trains full of clothes and other things needed for a journey. The cases or trains full of clothes and other things needed for a journey. നമ്മൾ ഏതെങ്കിലും യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും? ക്ലോത്ത്സും അതുപോലെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാറുണ്ട്. അതിനെന്താ പറയുന്നത്? ലഗേജ്. ലഗേജ്. Number 10. A vegetable with thick green leaves which can be eaten raw or cooked. A vegetable with thick green leaves which can be eaten raw or cooked. കുക്ക് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് കഴിക്കാവുന്ന ലീഫി വെജിറ്റബിൾ ഏതാണ്? കാബേജ്. കാബേജ്. നെക്സ്റ്റ് വൺ. എ സ്മാൾ ഹൗസ് ഇൻ ദ കൺട്രി. എ സ്മാൾ ഹൗസ് ഇൻ ദി കൺട്രി. കോട്ടേജ്. എ സ്മാൾ ഹൗസ് ഇൻ ദ കൺട്രി. What is answer? Cottage. Number 12. The feeling of not being afraid. The feeling of not being afraid. ഭയമില്ലാത്ത അവസ്ഥയ്ക്ക് പറയുന്നത് എന്താണ്? courage. courage. ധൈര്യം. Number 30. Likeness or copy of something. Likeness or copy of something. Image. ഒരേപോലെ ഇരിക്കുക എന്നൊക്കെ പറയത്തില്ലേ? ഇമേജ്. ലൈക്ക്നെസ് ഓർ കോപ്പി ഓഫ് സംതിങ്. അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും കോപ്പി അതേപോലെ തോന്നുക, അതുപോലെ ഇരിക്കുക. ലൈക്ക്നെസ് ഓർ കോപ്പി ഓഫ് സംതിങ്. ഇമേജ്. നെക്സ്റ്റ് നമ്പർ 14. എമൗണ്ട് വേസ്റ്റഡ്. വേസ്റ്റേജ്. എമൗണ്ട് വേസ്റ്റഡ്. വേസ്റ്റേജ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഈ ചാപ്റ്റർ നോട്ട്ബുക്കിലോട്ട് എഴുതുകയും പഠിക്കുകയും ചെയ്യുക. ഓക്കെ ചിൽഡ്രൻ, താങ്ക്സ്.